രാമക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷമാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന RSS തലവൻ മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിന് കിടിലൻ മറുപടി നൽകി രാഹുൽ ഗാന്ധി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെന്ന ഭാഗവതിന്റെ വാദം എല്ലാ ഇന്ത്യക്കാരെയും അനാദരിക്കുന്നതാണെന്നാണ് രാഹുൽ തുറന്നടിച്ചത്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും 2-3 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയാനുള്ള നാണമില്ലായ്മ മോഹൻ ഭാഗവതിനുണ്ട്. പക്ഷേ ഇന്നലെ പറഞ്ഞത് രാജ്യദ്രോഹമാണ്. കാരണം ഭരണഘടന അസാധുവാണെന്നും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം അസാധുവാണെന്നുമാണ് മോഹൻ ഭാഗവത് വിളിച്ചു പറഞ്ഞത്. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. കാലിതുള്ളിയാണ് രാഹുൽ മോഹൻ ഭാഗവതിന് കിടിലൻ മറുപടി നൽകിയത്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അപമാനമാണ്. ഈ മണ്ടത്തരങ്ങൾ കേൾക്കുന്നത് നമ്മൾ നിർത്തേണ്ട സമയമായി. ഇവർ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ജനതയ്ക്കൊപ്പം പ്രവർത്തിച്ചു. ഭരണഘടനയുടെ അടിത്തറയിൽ രാജ്യത്തിന്റെ വിജയം കെട്ടിപ്പടുത്തുവെന്നും രാഹുൽ പറഞ്ഞു. ഇൻഡോറിലെ ഒരു പരിപാടിയിലാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഇന്ത്യയുടെ പരമാധികാരത്തെ അടയാളപ്പെടുത്തുന്നതാണ് പ്രതിഷ്ഠാ ദിനമെന്നും ഈ ദിവസം പ്രതിഷ്ഠ ദ്വാദശി ആയി ആഘോഷിക്കാനും ഭഗവത് നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ കണ്ടത് RSS മേധാവി അനുസ്മരിച്ചു. ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും മതേതരത്വമാണെന്ന മുഖർജിയുടെ വാക്കുകൾ അദ്ദേഹം വിവരിച്ചു. രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ ആരെയും എതിർക്കാനായിരുന്നില്ല, മറിച്ച് ഭാരതത്തെ തന്നെ ഉണർത്താനായിരുന്നു. ലോകത്തെ നയിക്കാൻ സ്വാതന്ത്ര്യമായും ഒറ്റക്കെട്ടായും ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരാൻ ആയിരുന്നു അത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു ലിഖിത ഭരണഘടന ഉണ്ടാക്കി. എന്നാൽ ആ ദർശനം ഉയർത്തിപ്പിടിച്ചവർ ആഗ്രഹിച്ചത് പ്രകാരമായിരുന്നില്ല ആ രേഖ. അനേകം നൂറ്റാണ്ടുകളുടെ പീഡനങ്ങൾ നേരിട്ട ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കപ്പെട്ടത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണെന്നാണ് നേതാവ് പറഞ്ഞിരുന്നത്. അതേസമയം മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശിവസേന MP സഞ്ജയ് റാവുത്ത് രംഗത്ത് വന്നിരുന്നു. ഭരണഘടന എഴുതിയതും രാമക്ഷേത്രം നിർമ്മിച്ചതും ഭഗവത് അല്ലെന്നാണ് റൌഹത്ത് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. RSS അല്ല രാമക്ഷേത്രം കൊണ്ടുവന്നത്, മോഹൻ ഭാഗവത് അല്ല ഭരണഘടന എഴുതിയത്. അദ്ദേഹം പറയുന്നതെല്ലാം തെറ്റാണ്. ആയിരക്കണക്കിന് വർഷത്തോളമായി രാംലല്ല ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി പോരാടി, പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ടായിരുന്നില്ല എന്നാണ് സഞ്ജയ് റൌത്ത് പറയുന്നത്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ മറ്റിടങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് അടുത്തിടെ മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു. രാമക്ഷേത്രം നമ്മളെ സംബന്ധിച്ച് ഒരു വികാരമാണ്. ക്ഷേത്രം പണിയണമെന്ന ആഗ്രഹം ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ. UPയിലെ ഷാഹി ജമാ മസ്ജിദിലെയും രാജസ്ഥാനിലെ അജ്മീറിലെ അജ്മീർ ഷാരിഫിലെയും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് RSS മേധാവിയുടെ ഈ പ്രതികരണം. ഏതായാലും രാഹുൽ ഗാന്ധി നേതാവിന് കണക്കിന് കൊടുത്തിട്ടുണ്ട്.